Good afternoon, dear students. നമ്മൾ കുറച്ച് ദിവസമായി രണ്ട് ദിവസമായി ക്ലാസ് ഇട്ടിട്ട് അപ്പോൾ അവൈലബിലിറ്റി ഓഫ് നോട്ട്സിനനുസരിച്ച് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് മൊഡ്യൂളാണെന്ന് തോന്നുന്നു. തേർഡ് അല്ല, ഫോർത്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറച്ച് പോർഷൻസാണ്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ് ഇൻ AI എടുക്കുമ്പോൾ നാച്ചുറൽ ലാംഗ്വേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഹ്യൂമൻ ബീങ്സിന് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ നാച്ചുറൽ ലാംഗ്വേജ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീഡിയം ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ നാച്ചുറൽ വേയിൽ ഹ്യൂമൻ ബീങ്സും സിസ്റ്റവും AI പ്രോഗ്രാംസ് വഴി AI സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് ഹ്യൂമൻ ബീങ്സിനും സിസ്റ്റത്തിനും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ദാറ്റ് ഈസ് NLP, ആദ്യത്തെ ലെറ്റർ ഓരോ വേർഡിൻ്റെയും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു AI മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ആൻ ഇൻ്റലിജൻറ്റ് സിസ്റ്റംസ് യൂസിങ് എ നാച്ചുറൽ ലാംഗ്വേജ് സച്ച് ആസ് ഇംഗ്ലീഷ്. അപ്പോൾ നാച്ചുറൽ മീഡിയത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻ്റലിജൻറ്റ് സിസ്റ്റവുമായിട്ട് ഹ്യൂമൻ ബീങ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ നാച്ചുറൽ ലാംഗ്വേജിനെ യൂസ് ചെയ്യണം. സോ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് കോമൺ ആയിട്ട് എടുക്കുന്ന ഏത് ലാംഗ്വേജാണ്? ഇംഗ്ലീഷാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത്. സോ processing of natural language is required when you want an intelligent system like a robot to perform as per your instructions. എപ്പോഴാണ് ഈ നാച്ചുറൽ ലാംഗ്വേജിൻ്റെ ആവശ്യകത വരുന്നത്, എപ്പോഴാണ് അത് റിക്വയർഡ് ആകുന്നത്? വെൻ വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റോബോട്ട് ടു പെർഫോം ആസ് പെർ അവർ ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ഒരു റോബോട്ടിന് സർട്ടൻ പെർഫോമൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ നാച്ചുറൽ ലാംഗ്വേജ്. അപ്പോൾ എന്താ പറഞ്ഞത്, നാച്ചുറൽ വേയിൽ നമുക്ക് ഇൻ്റലിജൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ AI സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് അതെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ്. അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് നാച്ചുറൽ ലാംഗ്വേജിൻ്റെ ആവശ്യകത വരുന്നത്? അതായത് നമുക്ക് ഇൻ്റലിജൻറ്റ് സിസ്റ്റം ലൈക്ക് റോബോട്ടിന് സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട സമയത്താണ് ഏതിൻ്റെ ആവശ്യകത വരുന്നത്? നാച്ചുറൽ ലാംഗ്വേജിൻ്റെ ആവശ്യകത വരുന്നത്. സോ when you want to hear decision from a dialogue based clinical expert systems, അതായത് ക്ലിനിക്കൽ എക്സ്പേർട്ട് സിസ്റ്റംസ് എടുത്താൽ സർട്ടൻ ഡയലോഗിനെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ AI സിസ്റ്റം, ഇൻ്റലിജൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡയലോഗിനെ ബേസ് ചെയ്ത് ഡിസിഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദ നാച്ചുറൽ ലാംഗ്വേജ്. ഓക്കെ, സോ ദ ഫീൽഡ് ഓഫ് NLP ഇൻവോൾവ്സ് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം യൂസ്ഫുൾ ടാസ്ക് വിത്ത് ദ നാച്ചുറൽ ലാംഗ്വേജസ് ഹ്യൂമൻ യൂസ്. അതായത് ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നത് പോലെ നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് സർട്ടൻ ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിന്, യൂസ്ഫുൾ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. സോ NLP ഇൻവോൾവ്സ് മേക്കിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം യൂസ്ഫുൾ ടാസ്ക് വിത്ത് നാച്ചുറൽ ലാംഗ്വേജസ് ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യുന്ന പോലെ നാച്ചുറൽ ലാംഗ്വേജ് യൂസ് ചെയ്ത്, അതായത് ഇംഗ്ലീഷ് ടൈപ്പ് സെൻറ്റൻസസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് സർട്ടൻ ടാസ്ക് പെർഫോം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ NLP involves making computers to perform useful tasks with the natural languages human beings use. അതുപോലെ തന്നെ NLP സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്പീച്ചും റിട്ടൺ ടെക്സ്റ്റുമാണ് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് NLP, അതായത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. അതായത് രണ്ട് മേജർ കമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങും NLU, അതും പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനും. എന്തൊക്കെയാണ്? NLUവും NLGയും. അപ്പോൾ എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ മാപ്പിംഗ് ദ ഗിവൺ ഇൻപുട്ട് ഇൻ നാച്ചുറൽ ലാംഗ്വേജ് ഇൻറ്റു യൂസ്ഫുൾ റെപ്രസെൻറ്റേഷൻസ്. അതായത് സർട്ടൻ റെപ്രസെൻറ്റേഷൻസ്, അതായത് ചില രീതികളിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് ദ ഇൻപുട്ട് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് എങ്ങനെ കൊടുക്കണം? നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് കൊടുക്കണം. സോ സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ അനലൈസിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ലാംഗ്വേജിൻ്റെ പലവിധ വശങ്ങൾ മനസ്സിലാക്കാൻ, അനലൈസ് ചെയ്യാൻ
ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഏത് യൂസ് ചെയ്യാം, നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പെർഫോം ചെയ്യുന്ന 2 ടാസ്കുകളാണ് എന്താണ്, മാപ്പിംഗ് ദി ഗിവൺ ഇൻപുട്ട് ഇൻ നാച്ചുറൽ ലാംഗ്വേജ് ഇൻറ്റു യൂസ്ഫുൾ റെപ്രസെൻറ്റേഷൻ. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ അനലൈസിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ ലാംഗ്വേജ്. ഇനി രണ്ടാമത്തെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ. എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ? അപ്പോൾ എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മീനിങ്ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് ഫ്രം സം ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്താണ് മീനിങ്ഫുൾ ഫ്രേസസും സെൻറ്റൻസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണിതെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ അല്ലെങ്കിൽ NLG എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മീനിങ്ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ ലാംഗ്വേജ് ഫ്രം സം ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ. അതായത് ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനിൽ നിന്ന് എന്താ നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് എന്താണ് മീനിങ്ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട് ചെയ്യുന്നതിനെയാണിതെന്ന് പറയുന്നത്, ആ പ്രോസസ്സിനെയാണിതെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് മീനിങ്ഫുൾ ഫ്രേസസ് ആൻഡ് സെൻറ്റൻസസ് ഇൻ ദ ഫോം ഓഫ് നാച്ചുറൽ ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ടൈപ്പ് സെൻറ്റൻസസും ഫ്രേസസും ആയിരിക്കും അത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണിതെന്ന് പറയുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് NLG ഇൻവോൾവ്സ് 3 കാര്യങ്ങളിലത് ഇൻവോൾവ് ചെയ്യും. ഫസ്റ്റ് വൺ ടെക്സ്റ്റ് പ്ലാനിങ്, സെക്കൻഡ് വൺ സെൻറ്റൻസ് പ്ലാനിങ്, തേർഡ് വൺ ടെക്സ്റ്റ് റിയലൈസേഷൻ. ടെക്സ്റ്റ് പ്ലാനിങ്, സെൻറ്റൻസ് പ്ലാനിങ്, ടെക്സ്റ്റ് റിയലൈസേഷൻ. എന്താണ് ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റിട്രീവിംഗ് ദ റിലവൻറ്റ് കണ്ടന്റ് ഫ്രം ദ നോളജ് ബേസ് സിസ്റ്റത്തിൽ നിന്ന് എന്താണ് നമുക്ക് ആവശ്യമുള്ള കണ്ടൻസിനെ റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൻ്റെ ടാസ്ക് അല്ലെങ്കിൽ ഏതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി സെൻറ്റൻസ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ചൂസിങ് റിക്വയർഡ് വേർഡ്സ്, ഫോമിങ് മീനിങ്ഫുൾ ഫ്രേസസ്, സെറ്റിംഗ് ടോൺ ഓഫ് ദ സെൻറ്റൻസ്. അതായത് എന്താണ് ഏത് വേർഡ്സ് യൂസ് ചെയ്യണം, അതിനകത്ത് ഏത് മീനിങ്ഫുൾ ഫ്രേസസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ സെൻറ്റൻസിൻ്റെ ടോൺ എങ്ങനെ ഇരിക്കണം, ഇതെല്ലാം എന്താ ചെയ്യണം പ്ലാൻ ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് സെൻറ്റൻസ് പ്ലാനിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് റിയലൈസേഷൻ. ഇറ്റ് ഈസ് മാപ്പിംഗ് സെൻറ്റൻസ് പ്ലാൻ ഇൻ ടു സെൻറ്റൻസ് സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചർ ഓഫ് ദ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടെക്സ്റ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം മൂന്ന് സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്: ടെക്സ്റ്റ് പ്ലാനിങ്, സെൻറ്റൻസ് പ്ലാനിങ് ആൻഡ് ടെക്സ്റ്റ് റിയലൈസേഷൻ. ടെക്സ്റ്റ് പ്ലാനിങ്ങിൽ പറയുന്നത് വെച്ചാൽ റിലവൻറ്റ് കണ്ടന്റിനെ നോളജ് ബേസ് ചെയ്യുന്ന റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സെൻറ്റൻസ് പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സെൻറ്റൻസിന് മീനിങ്ഫുൾ ഫ്രേസസ്, അതിൻ്റെ ടോൺ, സെൻറ്റൻസ് ടോൺ, ഏതൊക്കെ റിക്വയർഡ് വേർഡ്സ് അതിനകത്ത് റിക്വയർഡ് ആയിട്ടുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ ചേർത്തിട്ടാണ് എന്ന് പറയുന്നത് സെൻറ്റൻസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റ് റിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മാപ്പിംഗ് സെൻറ്റൻസ് പ്ലാൻ ഇൻറ്റു സെൻറ്റൻസ് സ്ട്രക്ചർ. സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് പോകുന്നതിനെയാണെന്ന് പറയുന്നത് ടെക്സ്റ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നും കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് മേജർ കമ്പോണൻസും നമ്മൾ നോക്കിയാൽ NLU ഈസ് ഹാർഡർ ദാൻ NLG. നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷനേക്കാളും ഏറ്റവും ഹാർഡറാണ് ഏതെന്ന് പറയാം നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫിക്കൽട്ടീസ് ഇൻ NLU. നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? NL ഹാസ് ആൻ എക്സ്ട്രീംലി റിച്ച് ഫോം ആൻഡ് സ്ട്രക്ചർ. അതായത് സ്ട്രക്ചറും ഫോംസും ഒക്കെ വളരെ അബണ്ടൻ്റ് ആയിട്ട് വളരെ റിച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വെരി ആംബിഗ്യസ് ആണ്. അതായത് സർട്ടൻ ആംബിഗ്യൂറ്റി ഇതിനകത്തുണ്ട്. അതായത് ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ ഏതൊക്കെ ആംബിഗ്യൂറ്റിയാണ് ഇതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തത്? അംബിഗ്വിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലയോ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വെരി ആംബിഗ്യസ് ആണ്. ദിസ് ക്യാൻ ബി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അംബിഗ്വിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് അംബിഗ്വിറ്റി എന്ന് വെച്ചാൽ അംബിഗ്വിറ്റി ഈസ് ദ ഫാക്ട് ദാറ്റ് എ സെൻറ്റൻസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. എന്താ പറഞ്ഞത്? ദ ഫാക്ട് ദാറ്റ് എ സെൻറ്റൻസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഡിപ്പെൻഡിങ് ഓൺ who is speaking, the context in which it is spoken and number of other factors. ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്താ പറയുന്നത് അംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസ് വന്നിരുന്നാൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആരാണത് പറഞ്ഞത്, ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് രീതിയിലാണ് അത് യൂസ് ചെയ്തത്, നമ്പർ ഓഫ് അതർ വേറെ കുറേ ഫാക്ടേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസിനെ ഡിഫറെൻറ്റ് വേയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് അംബിഗ്വിറ്റി.
അംബിഗ്യൂറ്റി എന്താണ് ഒരു മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അംബിഗ്യൂറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് എ സെൻറ്റൻസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഡിപ്പെൻഡിങ് ഓൺ who is speaking, the context in which it is spoken and a number of other factors. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇതെന്ന് പറയുന്നത് ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. സോ there are different levels of ambiguity ഉണ്ട്. ഫസ്റ്റ് വൺ ലെക്സിക്കൽ ambiguity, സെക്കൻഡ് വൺ സിൻടാക്സ് ambiguity, തേർഡ് വൺ പിന്നെന്താണ് റെഫറൻഷ്യൽ ambiguity. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ambiguity ആണുള്ളത്. ലെക്സിക്കൽ ambiguity എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി പ്രിമിറ്റീവ് ലെവൽ, ഇറ്റ് ഈസ് അറ്റ് എ വെരി പ്രിമിറ്റീവ് ലെവൽ സച്ച് എസ് വേർഡ് ലെവൽ. വേർഡ് ലെവലിലുള്ള ambiguity, അതായത് വേർഡിനെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റിംഗ് ദ വേർഡ് ബോർഡെന്ന് പറഞ്ഞ വേർഡിനെ നമ്മൾ നൗൺ ആയിട്ടാണോ വെർബായിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിന് എക്സാമ്പിളാണ്? ലെക്സിക്കൽ ആംബിഗ്യൂറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ വേർഡ് ലെവൽ ആംബിഗ്യൂറ്റി ആണെന്ന് പറയുന്നത് ലെക്സിക്കൽ ആംബിഗ്യൂറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ സിൻടാക്സ് ലെവൽ ആംബിഗ്യൂറ്റി. അതായത് നമുക്കൊരു സെൻറ്റൻസിനെ ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് പാഴ്സിങ് നടത്താനായിട്ട് സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ലിഫ്റ്റഡ് ദ ബീറ്റിൽ വിത്ത് റെഡ് ക്യാപ്പ്. Did he use cap to lift the beetle or a beetle that had a red cap? അതായത് എന്താ പറഞ്ഞത്, സിൻടാക്സ് ലെവൽ അംബിഗ്യൂറ്റിയിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്താ, സെൻറ്റൻസ് ക്യാൻ ബി പാഴ്സ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്, ഡിഫറെൻറ്റ് പാഴ്സിങ് അവൈലബിൾ ആണ്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി ലിഫ്റ്റഡ് ദ ബീറ്റിൽ വിത്ത് റെഡ് ക്യാപ്പ്. അതായത് ബീറ്റിലിനെ ലിഫ്റ്റ് ചെയ്തു എന്ത് വെച്ചിട്ട്, റെഡ് ക്യാപ്പ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്തു. സോ ഇതിനകത്ത് 2 രീതിയിൽ ഈ സെൻറ്റൻസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഡിഡ് ഹി യൂസ് ക്യാപ്പ് ടു ലിഫ്റ്റ് ദ ബീറ്റിൽ, അതായത് ആ ബീറ്റിലിനെ ലിഫ്റ്റ് ചെയ്യാൻ ക്യാപ്പാണോ യൂസ് ചെയ്തത്, ഓർ എ ബീറ്റിൽ ദാറ്റ് ഹാഡ് റെഡ് ക്യാപ്പ്, അതോ ബീറ്റിലിന് റെഡ് ക്യാപ്പ് ഉണ്ടോ. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് സെൻറ്റൻസിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് കോൾഡ് സിൻടാക്സ് അനാലിസിസ്, സിൻടാക്സ് ലെവൽ ആംബിഗ്യൂറ്റി എന്ന് പറയാം. തേർഡ് വൺ എന്ന് വെച്ചാൽ റെഫറൻഷ്യൽ ആംബിഗ്യൂറ്റി. റെഫറൻഷ്യൽ ആംബിഗ്യൂറ്റിയിൽ പറയുന്നത് വെച്ചാൽ റെഫറിങ് ടു സംതിങ് യൂസിങ് പ്രൊനൗൺസ്, അതായത് പ്രൊനൗൺസ് വെച്ചിട്ട് പ്രൊനൗൺസിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിമ വെൻറ്റ് ടു ഗൗരി, ഷീ സെഡ് ഐ ആം ടയേർഡ്. എക്സാക്ട്ലി ഹൂ ഈസ് ടയേർഡ്? റിമ ആരുടെ അടുത്തേക്ക് പോയി? ഗൗരിയുടെ അടുത്തേക്ക് പോയി. ഷീ സെഡ്, ആരാ പറയുന്നത്? ഐ ആം ടയേർഡ്. എക്സാക്ട്ലി ഹൂ ഈസ് ടയേർഡ്? ആരാ ടയേർഡ് ആയത്? ഓക്കെ. സോ പ്രൊനൗൺസിനെ റെഫറിങ് ടു സംതിങ് യൂസിങ് പ്രൊനൗൺസിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെഫറിങ് ടു സംതിങ് യൂസിങ് പ്രൊനൗൺസിനെ വിശേഷിപ്പിക്കുന്നതിന് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ദാറ്റ് ഈസ് കോൾഡ് റെഫറൻഷ്യൽ ആംബിഗ്യൂറ്റി എന്ന് പറയാം. സോ വൺ ഇൻപുട്ട് ക്യാൻ മീൻ ഡിഫറെൻറ്റ് മീനിങ്സ്, അങ്ങനെ വന്നാലും ആംബിഗ്യൂറ്റി ഒക്കറാകാം. ദെൻ മെനി ഇൻപുട്സ് ക്യാൻ മീൻ ദ സെയിം തിങ്. ചിലപ്പോൾ കൂടുതൽ ഇൻപുട്സുകൾ ഒരേ കാര്യത്തെ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. സോ അങ്ങനെയും എന്ത് ഒക്കറാകാം, ആംബിഗ്യൂറ്റി ഒക്കറാകാം. സോ ദർ ആർ മെയിൻലി ത്രീ ടൈപ്സ് ഓഫ് ആംബിഗ്യൂറ്റി ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ലെക്സിക്കൽ ആംബിഗ്യൂറ്റി, സിൻടാക്സ് ലെവൽ ആംബിഗ്യൂറ്റി, ദെൻ റെഫറൻഷ്യൽ ആംബിഗ്യൂറ്റി. പിന്നുള്ളതെന്ന് വെച്ചാൽ വൺ ഇൻപുട്ട് ക്യാൻ മീൻ ഡിഫറെൻറ്റ് മീനിങ്സ്, മെനി ഇൻപുട്സ് ക്യാൻ മീൻ ദ സെയിം തിങ്.